ഹലോ, വെൽക്കം ബാക്ക് ടു മേരി ജോസഫ് യൂട്യൂബ് ചാനൽ. ചക്ക ഇരിക്കുന്നത് കണ്ടോ? വരിക്കച്ചക്കയാണ് കേട്ടോ. അവൻ ഒരു ഉണ്ട വരിക്കച്ചക്കയാണ്. ഇപ്പം നമുക്ക് ചക്കയൊക്കെ കാണുമ്പോൾ പേടിയാണ്. ചെറുപ്പത്തിലൊക്കെ ആയിരുന്നു ചക്കയൊക്കെ കഴിച്ചാൽ എന്തോ ഒരു സുഖമായി നടക്കാം. ഇപ്പം ചക്ക ഒക്കെ കഴിച്ചാൽ ഗ്യാസ് ചക്ക കഴിച്ചാൽ ഗ്യാസ് വന്നാൽ എന്താ ചെയ്യുക? പിന്നെ പാൻറ്റോപ്പ് കഴിക്കണം, അല്ലെ റാൻഡാക്ക് കഴിക്കണം, അല്ലെ ഒമിപ്രസോള് കഴിക്കണം. ചെറുപ്പകാലം എന്ന് വെച്ചാൽ നമ്മുടെ എന്താ ആരോഗ്യ സമ്പുഷ്ടമായ കാലമല്ലേ. ഒരു ഏജായി കഴിയുമ്പം നമ്മൾ എല്ലാ സംഗതിയും ഉണ്ടാക്കി കഴിഞ്ഞ് ഇനിയൊന്ന് വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അതാണ്. പേരയ്ക്കയൊക്കെ എൻ്റെ പ്ലോട്ടിൽ ധാരാളം 3, 4, 5 പേരയാണ് ഉള്ളത്. പേരയ്ക്ക എല്ലായിടത്തും പേരയ്ക്ക ഇതാ പലതരത്തിലുള്ള പേരയ്ക്കയാണ് കായ്ച്ച് കിടക്കുന്നത്. മാവ് പിന്നെ ഉള്ളതുകൊണ്ട് നല്ല ഉപയോഗമുണ്ട്. ഒരെണ്ണാണേലും ഒരു മാങ്ങ ചമ്മന്തി അങ്ങ് കഴിക്കണമെന്ന് വിചാരിച്ചാൽ ഇതെൻ്റെ റോസച്ചെടി കണ്ട. മാങ്ങ ചമ്മന്തി വേണമെന്ന് വെച്ചാൽ വേഗം പോയി ഒരു മാങ്ങ പറിച്ച് ചമ്മന്തി ആക്കാമല്ലോ. ഇത് ഇവിടുത്തെ പേര എല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. കിങ്ങിണിയുടെ വളമൊക്കെ ഇട്ട് പേരയും ഒക്കെ നമുക്ക് ഉഷാറാവുന്നുണ്ട്. ഒരു പേരക്കയുടെ വലിപ്പം കണ്ട, ഇതാ നോക്ക് എന്ത് വലിയ പേരക്കയാണെന്ന്. നീ റോബസ്റ്റ് ഒന്ന് കായ്ച്ച് കിട്ടിയാൽ മതി. പപ്പായ, പിന്നെന്താ നമ്മുടെ കോവയ്ക്ക, പിന്നെ നമ്മുടെ കപ്പ നാട്ടുവഴിയിലെ കപ്പയാണേ. അങ്ങനെ ഓരോരോ സാധനങ്ങൾ നമ്മൾ നട്ടുണ്ടാക്കിയാൽ വയസ്സനാം കാലത്ത് തിന്നാന്ന് വിചാരിക്കും. പക്ഷേ അപ്പം തിന്നാൻ നോക്കുമ്പം ഗ്യാസ്, അത് ഇത്. എൻ്റെ കിങ്ങിണിക്ക് ഒരു സങ്കടവും ഇല്ല. കിങ്ങിണിയുടെ മകൻ മഹി ആട്ടിൻമുട്ടൻ പോയ കൊണ്ട് അവൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അവൻ വല്ലാണ്ട് ഇടിച്ച് പാല് കുടിക്കുമായിരുന്നു 7 മാസം കഴിഞ്ഞിട്ടും. അപ്പം എല്ലാവരുടെയും അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഒന്ന് സ്വൈര്യമായിരിക്കണമെങ്കിൽ മക്കളൊക്കെ കുറച്ച് മാറി നിൽക്കണം എന്നാണ് ഈ തള്ള പറയുന്നത്. കറക്റ്റാന്ന് അല്ലേ? ഇനി ഒറ്റയ്ക്കാണേൽ സുഖം എന്ന് അവൾ പറയുന്നത്. ഇഷ്ടം പോലെ തിന്നാം, എനിക്ക് എല്ലാ തീറ്റ എനിക്ക് തന്നെ തിന്നാം എന്നൊക്കെ പറഞ്ഞാണ് അവൾ ഇരിക്കുന്നത്. റോഡിന് ഓപ്പോസിറ്റുള്ള പ്ലോട്ട് ഫോർ സെയിലാണ്. അവിടെ നല്ല വരിക്കച്ചക്കയൊക്കെ ഉണ്ട്. അത് സെയിലായിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഈ മാസമാണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ 2 സൈഡും ആൾക്കാരങ്ങനെയായി. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആൾക്കാർ വന്നു. രണ്ടും ബാങ്കാണ്. അതും ഒരു ബാങ്കറാണ്, ഇപ്പുറത്തും ഒരു ബാങ്കറാണ്. എനിവേ എല്ലാവരും സമാധാനപരമായി വീടൊക്കെ വെച്ച് ജീവിക്കട്ടെ. പാവം എൻ്റെ തെങ്ങാണ് ഓരോ തേങ്ങ തരുന്നത്. അപ്പോൾ നമ്മൾ അധ്വാനിച്ചാൽ നമ്മൾക്ക് എല്ലാം ഫലം തരും. പക്ഷേ വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഒരു ചക്കയും ഒക്കെ നമ്മൾ വരിക്കച്ചക്കയൊക്കെ തിന്നാൻ എന്ത് കൊതിയാ നമ്മൾ കഴിക്കുമ്പം. വയറ്റിൽ ഗ്യാസേ ഇതെന്ത്. പിന്നെ വിചാരിക്കും ഗ്യാസ് പോടാ, എനിക്ക് വരിക്കച്ചക്കപ്പഴം കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ തന്നെ കഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഗുളികേനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഏജും നമ്മുടെ ആരോഗ്യവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഒക്കെ ഒന്ന് നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ അങ്ങനെ അങ്ങ് പോകാം. ഓക്കെ. അപ്പോൾ ആ പ്ലാവ് നല്ല വരിക്കച്ചക്ക കായ്ക്കുന്ന പ്ലാവാണ്. എനിവേ എല്ലാം നല്ലതിന് വരട്ടെ. എന്തേരം കഷ്ടപ്പെട്ട ഒരു പ്ലോട്ടൊക്കെ എല്ലാവരും വാങ്ങുന്നത്. ലോണും കൂണും എന്തൊക്കെ ചെയ്തിട്ടാന്ന്. ഇതൊക്കെ വാങ്ങി വീട് വെച്ചവർക്കറിയാമല്ലോ അവരുടെ അവസ്ഥ എന്താണെന്ന്. സാരമില്ല, എല്ലാവരും എല്ലാം ചെയ്യട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കാത്തിരുന്ന് ഇപ്പം മടുക്കും തോന്നുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു സമയം വേണ്ടേ അല്ലേ? ചടപടാന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുമല്ലല്ലോ ചെയ്യേണ്ടത്. എല്ലാം തീരുമാനിച്ച് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ നല്ല
രീതിയിലുള്ള ഇതല്ലേ വേണ്ടത്. അല്ലെങ്കിൽ എന്നതാ ഒറ്റയാൾ പട്ടാളം ഞാൻ തീരുമാനിക്കും മുട്ടപ്പൊത്തോ അങ്ങനെയല്ലല്ലോ. എല്ലാം ആലോചിച്ച് എല്ലാവരെയും സംയോജിപ്പിച്ച് ഉള്ളൊരു ഭരണം ആശംസിച്ചുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു വാർത്ത കേൾക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോയുടെ